കേരളത്തിലെ രാസവ്യവസായത്തിന്റെ മുൻനിര സ്ഥാപനമായ ഉദ്യോഗമണ്ഡലം TCCയുടെ ഭാവിയിലെ പുതിയ പദ്ധതികൾ 13.87 കോടി രൂപ മുതൽ മുടക്കി 90 TPD ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലാന്റിന്റെ ശിലാസ്ഥാപനം കയർ വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് നിർവഹിച്ചു. അതോടൊപ്പം 16 മെഗാവാട്ട് ഹൈബ്രിഡ് ഗ്രീൻ പവർ പ്ലാന്റിന്റെ ധാരണാപത്രം TCC കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ R. രാജീവും FA പവർ റിന്യൂവബിൾ പ്രൈവറ്റ് ലിമിറ്റഡ് CEO CT വേലുവും ഒപ്പിട്ടു. ചടങ്ങിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇൻഡസ്ട്രീസ് ഗവൺമെന്റ് ഓഫ് കേരള APM മുഹമ്മദ് ഹനീഷ് IAS മുഖ്യപ്രഭാഷണം നടത്തി. മുൻ MLAയും TCC എംപ്ലോയീസ് അസോസിയേഷൻ CIT പ്രസിഡന്റുമായ ജോൺ ഫെർണാണ്ടസ്, BPT ചെയർമാൻ അജിത് കുമാർ, കമ്പനി യൂണിയൻ നേതാവ് അൻസാർ കുറ്റിമാക്കൽ എന്നിവർ ആശംസകൾ അറിയിച്ചു. പുതിയ 90 TPD ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലാന്റിന്റെ ശിലാസ്ഥാപനവും 16 മെഗാവാട്ട് ഹൈബ്രിഡ് ഗ്രീൻ പവർ പ്ലാന്റിന്റെ MOU ഒപ്പുവയ്ക്കലും ഈ രണ്ട് ചടങ്ങുകളും ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ പ്രഖ്യാപിച്ചു. അപ്പോൾ തന്നെ നന്നായി വൈകിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ വരുന്ന രണ്ട് പദ്ധതി വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്ലാന്റ് വരുന്നതോടുകൂടി നമ്മുടെ റവന്യൂ വർദ്ധിക്കാനുള്ള നല്ലൊരു ഭാഗമാണ്. രണ്ട്, നമ്മുടെ പുതിയ ഗ്രീൻ പവർ പ്ലാന്റ് വരുന്നു. അതിപ്പോൾ മൊത്തം ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഒരു 17% ഇതിൽ നിന്ന് ലഭ്യമാകുമെന്നാണ് കണക്കാക്കുന്നത്. ഒരു 30% എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ കുറെ കൂടി ഒരു ഗ്രീൻ സ്വഭാവത്തിലേക്ക് വരും. ഇത് കൂടാതെ നേരത്തെ ബഹുമാനായ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ഹൈഡ്രജൻ പ്ലാന്റ് അതിപ്പോൾ തത്വത്തിൽ അതിനുള്ള അംഗീകാരമായിട്ടുണ്ട് എന്ന കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുക. അപ്പോൾ ഭാവിയിലെ ഞാനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയൊക്കെ ആദ്യം ദാവോസിൽ പോയപ്പോൾ കഴിഞ്ഞ വർഷം, അന്ന് ദാവോസിന്റെ ഔദ്യോഗിക ഡിക്ലറേഷനിൽ ആദ്യം വന്ന പദ്ധതി കേരള ഹൈഡ്രജൻ വാലി പ്രൊജക്റ്റാണ്. അന്നത്തെ കേരളത്തിൻ്റെ അംഗീകാരമായിരുന്നത് വേൾഡ് എക്കണോമിക് ഫോറം, ലോക സാമ്പത്തിക ഫോറം അംഗീകരിച്ച, സാധാരണ അവിടെ ചെന്നിട്ട് MOU ഒപ്പുവയ്ക്കലൊക്കെ ആണെങ്കിലും അവർ അംഗീകരിച്ച ഒന്നാണ് നമ്മുടെ ഹൈഡ്രജൻ വാലി പ്രൊജക്ട്. അതിൻ്റെ കൂടെ ഇവിടെ തന്നെ ബൈ പ്രൊഡക്റ്റായി തന്നെ ഹൈഡ്രജൻ വരുന്നതുകൊണ്ട് കുറെ കൂടി സൗകര്യപ്രദമാണ്. രണ്ടാമത്തെ പദ്ധതി ബ്ലീച്ചിങ് പൗഡർ ഇവിടെ ചേർക്കാൻ പറഞ്ഞു. അത് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ബ്ലീച്ചിങ് പൗഡർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു 100-300 സ്ത്രീകൾക്ക് ജോലി കിട്ടാവുന്ന രൂപത്തിൽ ഏരൂർ നഗരസഭയ്ക്ക് ചുറ്റും ഉള്ള ഇപ്പോൾ വീടുകളിലെല്ലാം നമ്മൾ സംരംഭങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുകയാണ്. പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഇന്നത് ആലോചിക്കേണ്ടത് നോട്ടിഫിക്കേറ്റ് ചെയ്യും. സ്ത്രീകൾക്കൊരു ചെറിയ പാക്ക് ചെയ്തിട്ട് അത് ഓരോ ലേബലിൽ ഏതിൽ വേണമെന്ന് വെച്ചാൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന ഇൻഡയറക്റ്റായി ഇത് 300 സ്ത്രീകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന പദ്ധതിയായി വികസിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ബ്ലീച്ചിങ് പൗഡർ ഇപ്പോൾ കമ്പനിയിൽ ബ്ലീച്ചിങ് പൗഡർ ഉത്പാദിപ്പിക്കും, അതിനനുബന്ധമായി ഈ പ്രദേശത്തുള്ള സ്ത്രീകളുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കഴിയും. യോഗത്തിൽ അബൂബക്കർ PM വാർഡ് കൗൺസിലർ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായ ശ്രീമതി PS ശൈലജ, ശ്രീ രത്നകുമാർ, TM അബ്ബാസ് എന്നിവർ സംബന്ധിച്ചു. ചടങ്ങിൽ TCC ചെയർപേഴ്സൺ പ്രൊഫസർ GC ഗോപാലപിള്ള സ്വാഗതവും AGM CT പ്രദീപ് കൃതജ്ഞതയും അർപ്പിച്ചു. ഏലൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ലൈജി സജീവൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു.